ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു പേപ്പർ ഫ്ലവർ വൈസാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ഒരു പേപ്പർ എടുക്കുക. സ്ക്വയർ ഷേപ്പിലാണ് പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ടത്. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പർ കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കാം. കോർണർ ടു കോർണർ മടക്കി കഴിഞ്ഞതിന് ശേഷം പേപ്പർ നിവർത്തി കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ളിലായിട്ട് അതേപോലെ ഒരു ക്രോസ് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സെൻറ്ററിലേക്കായിട്ട് ഇതേ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ മടക്കിയ ഭാഗം നിവർത്തി കൊടുക്കുമ്പോൾ അവിടെയായിട്ട് ഒരു ലൈൻ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള പേപ്പർ ആ ലൈനിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതേ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നമ്മളിപ്പോൾ മടക്കിയ ഭാഗത്തിൻ്റെ കോർണർ പോർഷൻ ലൈനിൻ്റെ കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന പോലെ വേണം മടക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മളിപ്പോൾ മടക്കിയ ഭാഗം മാത്രം ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി അതിൻ്റെയും ഈക്വൽ ഹാഫായിട്ട് മടക്കി കൊടുക്കാം. ഒരു പ്രാവശ്യം കൂടി ഇതേ രീതിയിൽ തന്നെ മടക്കിയെടുക്കാം. ഇങ്ങനെയായിരിക്കും കേട്ടോ നമുക്കിപ്പോൾ കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ മടക്കിയ ഭാഗം ഇതേ രീതിയിൽ ഒന്ന് നിവർത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ളിലായിട്ട് ഒരുപാട് ലൈനുകൾ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതിലുള്ള ഓരോ മടക്കുകളും അതിൻ്റെ ടിപ്പ് പോർഷൻ മുതൽ ഓൾട്ടർനേറ്റ് ആയിട്ട് രണ്ട് സൈഡിലേക്കും മാറി മാറി മടക്കി കൊടുക്കാം. പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നിയാലും വീഡിയോ നോക്കി ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഫുള്ളായിട്ട് മടക്കി കഴിയുമ്പോൾ ഇതേ രീതിയിലായിരിക്കും കേട്ടോ നമുക്കിപ്പോൾ കിട്ടുക. ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ മടക്കിയ ഭാഗം പുറത്തേക്ക് വരുന്ന മാതിരി അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ മടക്കിയ പേപ്പറിൻ്റെ ആ ഡിസൈനുള്ള ഭാഗം അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അതായത് രണ്ട് പേപ്പറും ചേർത്ത് ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഡിസൈനുള്ള ഭാഗത്തെ രണ്ട് സൈഡുകളും ഇതേപോലെ ഒന്ന് വിടർത്തി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പേപ്പർ ഡിസൈനുള്ള ഭാഗത്തിലേക്ക് മടക്കി ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ബോട്ടം പോർഷൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അതേ കളറിലുള്ള പേപ്പർ എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം പോർഷനിൽ മാത്രം ഗമ്മാക്കിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എക്സ്ട്രാ പേപ്പറിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് സ്റ്റിക്കായതിനു ശേഷം മാത്രം സിസർ ഉപയോഗിച്ചിട്ട് അതേ ഷേപ്പിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഫ്ലവർ വേസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.